ഹായ് ഫ്രണ്ട്സ്, മുത്തുപാണ്ടിക്കാടാണ്. എംലെക്സ് കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒറ്റ വാഹനം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. അതും ഒരു 2007 മോഡൽ AC മാരുതി വാഹനമാണ്. ഇത്രയും ചെറിയൊരു വാഹനം നമ്മൾ ഇത്ര ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളോട് ഒരുപാട് ആളുകൾ നമ്മുടെ ഷോറൂമിൽ വരും, അതുപോലെ തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ചെറിയ വാഹനങ്ങൾ, ചെറിയ ബഡ്ജറ്റിലെ വാഹനങ്ങളില്ല, അതുപോലെ തന്നെ ഒക്കെ വലിയ ബഡ്ജറ്റിലെ വാഹനങ്ങൾ, ഞങ്ങൾ സാധാരണക്കാരന് പറ്റിയൊരു വാഹനമല്ല എന്നുള്ള ഒരു പരാതികളൊക്കെ പറയാറുണ്ട്. അതിന് ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മളടുത്ത് ചെറിയ വാഹനങ്ങളില്ലാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ, അതൊരു വിശ്വസ്തതയുടെ കൂടെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, ആ ട്രസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഒരു കണ്ടീഷനോട് കൂടിയുള്ള വാഹനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് വരവോ കുറവാകൊണ്ടാണ് നമ്മളത്തെ ആ വാഹനങ്ങൾ അവൈലബിൾ അല്ലാത്തത്. ആ ഒരു രീതിയിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് തരണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് 50,000 മുതൽ 50 ലക്ഷം വരെയും 5 കോടി വരെയുള്ള വാഹനങ്ങൾ സെയിൽ ചെയ്യണം, ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് 100% ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മളത്. അപ്പൊ നമുക്ക് അതിന് കഴിയാറില്ല. അപ്പൊ ഇതുപോലെ അപൂർവം വാഹനങ്ങൾ നമ്മളെ കയ്യിൽ വരും. അപ്പൊ ഇന്ന് നമ്മളെ കയ്യിൽ അങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള ഒരു വാഹനമാണ് വന്നിട്ടുള്ളത്. ആ അപൂർവമായിട്ടുള്ള വാഹനം മീൻസ് ഇത്ര ക്വാളിറ്റി അപൂർവമായിട്ടുള്ള ഒരു വാഹനം, അത്ര റയർ ആയിട്ടൊരു വാഹനമാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു വാഹനത്തെ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ അടുത്ത കാലത്തൊന്നും 2007 മോഡൽ വാഹനമാണ് AC മാരുതി. ഈ വാഹനത്തിനെ നമ്മള് മാരുതി എന്നാണ് അഭിസംബോധന ചെയ്തത്. ആ മാരുതി വാഹനം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, അത് നിങ്ങൾക്ക് നിങ്ങളിൽ മിക്ക ആളുകൾക്കും ഒരു 80കളിലും 90കളിലും ഒക്കെ ജനിച്ച ആളുകൾക്ക് അറിയായിരിക്കും. എന്താ വെച്ചാൽ, അന്ന് മാരുതി എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് കാറ്റഗറി ഏതൊക്കെയാണെന്നുള്ള വാഹനങ്ങൾ വേർതിരിച്ച് പറയാൻ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അന്ന് നമ്മൾ മാരുതി എന്ന് പറയുമ്പോൾ ആകെ കാണുന്ന വാഹനം ഈ മാരുതി 800 ആയിരുന്നു. അത് അറിയാവുന്നവർ, അത് ഓർമ്മയുള്ളവര്, അറിയാവുന്നവരല്ല, അത് ഓർമ്മയുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്താണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ വാഹനം ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുക. നമുക്കൊരു ഡ്രൈവ് പോവാം ഈ വാഹനം കൊണ്ട്. അപ്പൊ ഒന്ന് ഒരു ഡ്രൈവ് പോയി വരാം. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഈ വാഹനം ഓടിച്ച് അതിന്റെ ആ ഒരു പെർഫെക്ഷൻ 100% ഉണ്ട് എന്നുള്ള ഒരു കംഫർട്ട് ആയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പിന്നെ ഇതിന്റെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചത് കേട്ടോ. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് ഇതിന്റെ എൻജിൻ റൂമൊക്കെ നിൽക്കുന്നത്. എന്താ ആ ഒരു നീറ്റ്നെസ് കീപ്പ് ചെയ്തുകൊണ്ട് അത്രയും വൃത്തിയിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഈ ബാറ്ററിന്റെ വാറന്റി കാർഡ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. വാറന്റി ഓൾറെഡി ഉള്ള ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡോറുകളൊക്കെ ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, ഇത്രയും നല്ല ഒരു നീറ്റിലാണ് ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിന്റെ ഇത് കണ്ടെങ്കിൽ നല്ല വൃത്തിയിലാണ് നിൽക്കുന്നത്. തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിക്കി ലയൺസ് ക്ലബ്ബ് മെമ്പർ ആയിരുന്നു ഇതിന്റെ ഓണർ കേട്ടോ. ഓണർ ഇപ്പോഴും ലയൺസ് ക്ലബ്ബ് മെമ്പർ തന്നെ ആയിരിക്കും. ഡിക്കി ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓ നല്ല വൃത്തിയില്. അപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചു, നിങ്ങൾ കണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. നിങ്ങളൊരു ചെറിയ ബഡ്ജറ്റില് ചെറിയൊരു പർപ്പസിനൊക്കെ ആവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. അതേപോലെ തന്നെ പഠിത്തക്കാർക്കും ഈ വാഹനം എടുക്കട്ടോ. പക്ഷെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി കൊണ്ടുവെക്കാനാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, അതൊക്കെ റെയർ ആയിട്ട് കിട്ടുന്ന വാഹനങ്ങളാണ്. അപ്പൊ ആ വാഹനം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ
കൊണ്ട് നടക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വാഹനം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാകുമ്പോൾ നമുക്ക് ഓരോ വാഹനവും ആ ഒരു രീതിയിൽ നമ്മൾ കൊടുത്ത രീതിയിലാണ് നമ്മളെ വാഹനങ്ങൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 65,000 രൂപയാണ്. ഫൈനൽ പ്രൈസ് ആണ്. എന്താ വെച്ചാൽ ഈ വാഹനത്തിന് ആ ഒരു പ്രൈസ് തന്നെ അഫോർഡബിൾ പ്രൈസ് ആണെന്നാണ് നമ്മൾ നിങ്ങളെ അത്രയും വിശ്വസ്തയോട് കൂടെ നമ്മൾ ഈ വാഹനങ്ങൾ കൈമാറാൻ പോകുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.